ഇന്ത്യയുടെ ആകാശം കാക്കാൻ ഇനി വിദേശ രാജ്യങ്ങൾ വേണ്ടിവരുമോ? ഇല്ല. കാരണം ഒരു കമ്പനി ഇപ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ ശക്തിയെ മുഴുവൻ കയ്യിലെടുത്തിരിക്കുകയാണ്. 2 ലക്ഷം കോടി രൂപയുടെ ഓർഡറുകളുമായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വളർച്ചയിലേക്ക് കുതിക്കുകയാണ്. ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് 2,22,000 കോടി രൂപയുടെ പ്രോജക്റ്റുകളാണ്. ഡെലിവറി ടൈം ലൈൻ വരുന്നത് 2034 ഇത് സാധാരണ കാര്യമല്ല. ഇത് ഇന്ത്യയുടെ ഡിഫൻസ് ഇൻഡിപെൻഡൻസിന്റെ ഒരു നട്ടെല്ല് തന്നെയാണ്. പ്രധാന പ്രോജക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. 180 HAL തേജസ് Mk-1A ജെറ്റുകൾ, 156 HAL പ്രചണ്ഡ് ഹെലികോപ്റ്ററുകൾ, 34 HAL ധ്രുവ് ഹെലികോപ്റ്ററുകൾ. ഇത് കേട്ടാൽ തന്നെ ഒരു കാര്യം ക്ലിയർ ആണ്. ഇനി ഇന്ത്യ സീരീസ് ആണ്. തേജസ് Mk-1A ഇന്ത്യയുടെ സ്വന്തം ഫൈറ്റർ ജെറ്റ്. ഇപ്പോൾ തന്നെ 5 എയർക്രാഫ്റ്റ് റെഡിയായി കഴിഞ്ഞു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. റഡാർ, ഡേറ്റ ട്രാൻസ്ഫർ യൂണിറ്റ് എല്ലാം ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. മിസൈൽ ടെസ്റ്റുകൾ പോലും വിജയിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ വിജയിച്ച മിസൈൽ പരീക്ഷണം അശ്രാം മിസൈലിന്റെയും അസ്ത്ര മിസൈലിന്റെയുമാണ്. ഇതൊരു 4.5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് ആണ്. ഇന്ത്യയുടെ എയർ ഡോമിനൻസ് ഉറപ്പാക്കാൻ ഈ പദ്ധതി തയ്യാറായി എന്ന് തന്നെ പറയണം. പ്രൊഡക്ഷൻ സ്പീഡ് വർദ്ധിപ്പിക്കാൻ നാസിക്കിൽ പുതിയ അസംബ്ലി ലൈൻ വർഷത്തിൽ 24 എയർക്രാഫ്റ്റ് ആണ് ലക്ഷ്യം വെക്കുന്നത്. HALന്റെ ഹെലികോപ്റ്റർ ഡിവിഷൻ ഇപ്പോൾ ഫുൾ പവറിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. HAL ധ്രുവ് ഇതിനകം 72 എണ്ണം ഡെലിവർ ചെയ്തു കഴിഞ്ഞു. ഇനി 34 എണ്ണം കൂടി വരാനുണ്ട്. പക്ഷേ റിയൽ ബീസ്റ്റ് ആയിട്ടുള്ള HAL പ്രചണ്ഡ് 15 ഹെലികോപ്റ്റർ ഡെലിവർ ചെയ്ത് കഴിഞ്ഞു. അതും ഷെഡ്യൂളിന് മുന്നേ തന്നെ. ഇത് കണ്ടിട്ട് ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സ് 156 പ്രചണ്ഡ് ഹെലികോപ്റ്ററുകൾ ഓർഡർ ചെയ്തു എന്നത് മനസ്സിലാക്കുന്നുണ്ട്. ഇതൊരു മാസീവ് കോൺഫിഡൻസ് ബൂസ്റ്റ് തന്നെയാണ്. ഇനി ഒരു ബിഗ് സർപ്രൈസ് കൂടിയുണ്ട് കേട്ടോ. സുഖോയ് Su-30 MKI പ്രൊഡക്ഷൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 2019 നിർത്തിയ പ്രൊഡക്ഷൻ ലൈൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു എന്നതാണ്. 12 പുതിയ എയർക്രാഫ്റ്റുകൾ, 13,500 കോടി രൂപയുടെ വലിയ കോൺട്രാക്ട്. ഇതിൽ 62% ഇൻഡിജീനിയസ് കണ്ടന്റ്, അതെ, തദ്ദേശീയവൽക്കരണം തന്നെയാണ്. അതാണ് മേക്ക് ഇൻ ഇന്ത്യയുടെ പവർ. എഞ്ചിൻ സൈഡിൽ നോക്കുകയാണെങ്കിൽ 240 AL-31FP എഞ്ചിൻസ് കൂടി HAL സപ്ലൈ ചെയ്യുമെന്നതാണ് മനസ്സിലാക്കുന്നത്. ഇതോടെ കഥ തീരുന്നില്ല. HAL HTT-40 ട്രെയിനർ വിമാനങ്ങൾ, ഡോണിയർ DO-228 അപ്ഗ്രേഡുകൾ, ഇവയൊക്കെ പാരലലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. HAL ഒരു കമ്പനി മാത്രമല്ല, ഇന്ത്യയുടെ ഡിഫൻസ് എക്കോസിസ്റ്റത്തിന്റെ ഒരു ഹൃദയമാണെന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. 2 ലക്ഷം കോടി ഓർഡറുകൾ, 2034 വരെ സെക്യൂർ ഫ്യൂച്ചർ. HAL വിജയിച്ചാൽ ഇന്ത്യക്ക് ഇനി ആരുടെയും സഹായം ആവശ്യമില്ലാത്ത ഒരു സാഹചര്യം വരും. ഫ്രം ഇമ്പോർട്ടിംഗ് വെപ്പൺസ് ടു ബിൽഡിംഗ് പവർ. ഇതാണ് ഇന്ത്യയുടെ പുതിയ സ്റ്റോറി.